إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു നിർത്തുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നമ്മുടെ ശാരീരിക ആരോഗ്യം, അതുപോലെ സമ്പത്ത്, മറ്റ് സൗകര്യങ്ങൾ എന്നിവ. ഇവയെ നാം ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മിൽ നിലനിന്നു എന്ന് വരാം. എന്നാൽ നമ്മെ എല്ലാ ഫിത്തനകളിൽ നിന്നും സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ ഉന്നത പദവികൾ ലഭിക്കാൻ കാരണമായ ഒന്നുണ്ട്. അതാണ് അള്ളാഹു നമുക്ക് നൽകിയ അവൻ്റെ ദീനിലെ അറിവ് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അവൻ പഠിപ്പിച്ച അറിവുകൾ കരസ്ഥമാക്കിയവരെയും പദവികൾ നൽകി ഉന്നതരാക്കും. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമാണ് ഉറ്റാലോചിക്കുന്നവർ. മറ്റൊരു വചനവും കൂടി അള്ളാഹു പറഞ്ഞു, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനിൽ നിന്നുള്ള ജ്ഞാനം, അറിവ് നൽകും. ആ അറിവ് ആർക്ക് ലഭിക്കുന്നുവോ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അത് മുഖേന ധാരാളം നന്മകളാണ് അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്നത്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞ അറിവ് നേടുക വഴി നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന നന്മകൾ? അത് ആയത്തുകളിൽ നിന്നും മറ്റ് ഹദീസുകളിൽ നിന്നും നമുക്ക് ബോധ്യമാകും.
യഥാർത്ഥ അറിവ് എന്നത് ലോകത്ത് പ്രചരിപ്പിച്ചവരാണ് അമ്പിയാക്കൾ. അവരാണ് ഇൽമു നമുക്ക് എത്തിച്ചു തന്നവർ. അറിവ് നേടുക വഴി അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച ആ അറിവ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന് അൽ മഅരിഫത്തു ബിൽ ഖുർആനി വസ്സുന്ന. യഥാർത്ഥ അറിവ് നേടുമ്പോഴാണ് ഖുർആനും സുന്നത്തും അല്ലാഹുവിന്റെ രണ്ട് വഹയുകൾ ലൻ യതഫറക ഹത്താ യരിദ അലയ്യൽ ഹൗൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആനും ഹദീസും അത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. എന്നെ നിങ്ങൾ നാളെ പരലോകത്ത് ഹൗലിനരികിൽ കണ്ടുമുട്ടുന്നതുവരെ അത് വേർപിരിയുകയില്ല എന്ന് പഠിപ്പിച്ച ആ ഖുർആനും സുന്നത്തും അറിയാൻ നമുക്ക് അറിവിലൂടെ സാധിക്കുന്നു. അൽ ഇസ്വാബത്തു ഫിൽ ഖൗലി വൽ ഫിഅൽ. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അബദ്ധങ്ങളും തെറ്റുകളും വരാതെ ശരികൾ മാത്രം സംഭവിക്കുന്നു. ഇസ്തിഗ്ഫാറുൽ ഖലായിക് ഹത്തൽ ഹീതാനു ഫിൽ മാ. അറിവ് നേടുന്നവർക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന മത്സ്യമടക്കം പൊറുക്കലിനെ തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ഭയം അറിവുള്ളവർക്ക് മാത്രമാണ് ലഭിക്കുക എന്ന് അള്ളാഹു തന്നെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുക, അവനെ ശരിയാംവണ്ണം പഠിച്ചവരാണ്, അവൻ നൽകിയ ഇൽമു നേടുന്നവരാണ് എന്ന് അള്ളാഹു ഉണർത്തി. സനാഉല്ലാഹി ഇൻദൽ മലായിക. ഏറ്റവും ഉന്നത സഭയായ മലക്കുകളുടെ അടുത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നേടുന്നവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. സ്വർഗത്തിലേക്കുള്ള അവന്റെ യാത്ര, അവന്റെ വഴി എളുപ്പമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ സലക തുരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തുരീഖൻ ഇലൽ ജന്ന. അറിവ് നേടാനുള്ള പരിശ്രമത്തിൽ ആര് മുഴുകിയാലും അവൻ അതിനുവേണ്ടി യാത്ര ചെയ്യുമ്പോഴെല്ലാം സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി എളുപ്പമാക്കുമെന്നാണ്. ഒരാളുടെ മരണശേഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ ആദ്യം എണ്ണിപ്പറഞ്ഞത് ഇൽമുൻ യുൻതഫഉ ബിഹി. അവന് പഠിച്ചു പ്രചരിപ്പിച്ച അറിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത്രയും നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിത്തരുന്ന ദീനിയായ അറിവിനോടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളമുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ വർധനവ് ആവശ്യപ്പെട്ട് ദുആ ചെയ്യാൻ അള്ളാഹു പ്രത്യേകം കൽപ്പിച്ച ഒന്നാണ് അറിവ്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. റബ്ബി സിദ്നി ഇൽമാ. അള്ളാഹുവേ, നീ പഠിപ്പിച്ച, നീ അവതരിപ്പിച്ച ഇൽമ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നൽകുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ കൂടുതൽ ലഭ്യമാവാൻ പ്രത്യേകം പ്രാർത്ഥന തന്നെ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇൽമ് ഏതാണ്, എന്താണ്, അത് എങ്ങനെ ലഭിക്കുമെന്നൊക്കെ നാം അറിയേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ റബ്ബിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്നത് ആ റബ്ബിന് മാത്രം ഇബാദത്ത് നൽകി ആ റബ്ബിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കുക എന്നതാണ്. മനുഷ്യകുലത്തോട് തന്നെ വിശുദ്ധ ഖുർആനിലെ ആദ്യ സംബോധന അക്കാര്യമാണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും
വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെ പടച്ച, നിങ്ങളുടെ പൂർവ്വ തലമുറകളെ പടച്ച റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അങ്ങനെ തഖ്വയുള്ളവരായി നിങ്ങൾ മാറും എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ഈ ആയത്തിന്റെ ശറഹിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഫഇന്ന തഖ്വ ഇബാദത്തുല്ലാഹി വഹ്ദ. തഖ്വ എന്നത് അത് അള്ളാഹുവിന് മാത്രം നൽകുന്ന ഇബാദത്താണ്. വൽ ഇബാദത്തു വത്തഖ്വ ലാ യകൂനു ഇല്ലാ ബിൽ ഇൽമി സ്വഹീഹ്. ഇബാദത്തും തഖ്വയും അതെങ്ങനെ ലഭിക്കും? നമുക്ക് നമ്മുടെ തോന്നലുകൾക്കനുസരിച്ചല്ല ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്. നമ്മുടെ തോന്നലുകളിലല്ല തഖ്വ നിലകൊള്ളേണ്ടത്. അത് രണ്ടും അള്ളാഹു കൽപ്പിച്ച പോലെ നമ്മിലുണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകും? ശരിയായ പ്രമാണബദ്ധമായ അറിവിലൂടെയാണ് സാധിക്കുക. വൽ ഇൽമു സ്വഹീഹു ഫമിനല്ലാഹി സുബ്ഹാനഹു വതആല. ആ ശരിയായ അറിവ് എന്നത് അത് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. ആ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു നമ്മോട് പഠിക്കാൻ ആവശ്യപ്പെട്ട ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിയുക, പഠിക്കുക, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നത്. ഒരു സാധാരണ മുസ്ലിം എന്ന നിലക്ക് തൗഹീദും സുന്നത്തും അതിന്റെ പ്രാഥമികമായ അറിവുകളൊക്കെ നാം നേടേണ്ടതുണ്ട്. അതൊന്നും അറിയാത്തവരായി ഈ ഭൗതിക ലോകത്ത് മരണം വരെ ജീവിക്കേണ്ടവരല്ല നമ്മളെന്ന കാര്യം നാം മനസ്സിലാക്കണം. ഏറ്റവും ചെറിയ അറിവുകൾ, ഒരുപക്ഷെ ആ ചെറിയ ചെറിയ അറിവുകളായിരിക്കും നമ്മുടെ ഇബാദത്തുകളും നാം നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക ആ കർമ്മത്തിലുള്ള നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ജുമുഅക്ക് വേണ്ടി വന്നിരിക്കുന്നവരാണ്, നമ്മൾ പുറപ്പെട്ടത് തന്നെ അങ്ങനെയാണ്. എന്നാലും ജുമുഅ നമസ്കാരം ഇമാമിന്റെ കൂടെ നിർവഹിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന ആ തക്ബീറത്തുൽ ഇഹ്റാം പറയുന്നതിന് മുമ്പ് ഞാൻ ഇന്ന നമസ്കാരമാണ് നിർവഹിക്കാൻ പോകുന്നത് എന്ന ആ വിചാരം, ആ മനസ്സാന്നിധ്യം ആ ഇബാദത്തിന്റെ തൊട്ടു മുമ്പിലുണ്ടാകണം. ഇങ്ങനെ ഓരോ കർമ്മങ്ങളിലും നിയ്യത്തുണ്ട്. നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നജസ്സുകളിൽ നിന്ന് നാം ശുദ്ധിയുള്ളവരാകുക എന്നത്. രണ്ടു തരം നജസ്സുകളാണുള്ളത്, ചെറുതും വലുതുമായ നജസ്സുകൾ. ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി എന്ന് നാം പറയും. ചെറിയ അശുദ്ധി ഒരുപക്ഷെ അത് കഴുകിക്കളഞ്ഞാൽ അതോടുകൂടി വൃത്തിയാകും. എന്നാൽ വലിയ അശുദ്ധിയോ നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആർത്തവരക്തം, പ്രസവരക്തം, അതുപോലെ നമുക്കുണ്ടാകുന്ന വലിയ അശുദ്ധി ജനാബത്ത്, ഇതിൽ നിന്ന് നിയ്യത്തോടുകൂടി ആ മനസ്സാന്നിധ്യത്തോടുകൂടി കുളിച്ചു വൃത്തിയായെങ്കിൽ മാത്രമേ ആ വലിയ അശുദ്ധിയിൽ നിന്ന് നാം ശുദ്ധരാകുകയുള്ളൂ. സഹോദരിമാരെ, ഓരോ മാസത്തിലും ആർത്തവ രക്തത്തിൽ നിന്ന് ഒരുപക്ഷെ വിരമിച്ച് നിങ്ങളൊക്കെ കുളിക്കുന്നുണ്ടാകും. ആ മാലിന്യം പോകാൻ അത് മതി. പക്ഷേ അള്ളാഹും റസൂലും കൽപ്പിച്ച കുളി അങ്ങനെയല്ല. ശരീരത്തിലെ മാലിന്യം നീക്കി പൂർണ്ണമായി ഒളുവെടുത്ത് ഇന്ന വലിയ ശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നു എന്ന നിയ്യത്തോടുകൂടി ശരീരം ആസകലം നനയുന്ന വിധം കുളിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വലിയ അശുദ്ധിയിൽ നിന്ന് നാം മുക്തരാകുകയുള്ളൂ. പണ്ഡിതന്മാരുടെ ഫത്വകളിൽ കാണും, വലിയ അശുദ്ധിയുള്ള ഒരാൾ അവൻ ആ നിയ്യത്തോടുകൂടി കുളിച്ചില്ല, കുളി കഴിഞ്ഞു, പക്ഷെ വലിയ ശുദ്ധിയിൽ നിന്ന് വൃത്തിയാകുകയാണ് ഞാനെന്ന നിയ്യത്തോടുകൂടി അവൻ കുളിച്ചില്ല, അവൻ നമസ്കരിച്ചു. ആ നമസ്കാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർ ഫത്വ നൽകിയത് അവന്റെ കുളി ആവർത്തിച്ച് നിർവഹിക്കണം. നിയ്യത്തോടുകൂടി വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ചു വൃത്തിയായി ആ നമസ്കാരം അവൻ മടക്കി നിർവഹിക്കണമെന്നതാണ്. എത്രമാത്രം പ്രാധാന്യം
ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ പതിവായി നിർവഹിക്കുന്ന പ്രാർത്ഥനകളും ദിക്റുകളും അതറിയുന്നവരാണോ നാം? അതിന്റെ അർത്ഥമറിഞ്ഞു നിർവഹിക്കുന്നവരാണോ? ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിർവഹിക്കുന്ന മയ്യിത്ത് നമസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സ്വല്ലൈതും അലൽ മയ്യിത്തി ഫഅഖ്ലിസൂ ലഹു ദുആ, നിങ്ങളൊരു മയ്യിത്തിന് നമസ്കരിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥന നിർവഹിക്കണം. ആ മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന അർത്ഥസഹിതം അറിഞ്ഞു നിർവഹിക്കുന്നവനാണോ ഞാൻ എന്ന് നമ്മെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അറിവിന്റെ പ്രാധാന്യം ഇതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇത്രയേറെ അറിവുകൾ നേടി ആ അറിവുകൾ നേടുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നു, അള്ളാഹുവിന്റെ അടുപ്പം നമുക്കുണ്ടാകുന്നു എന്ന് നാം തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന്റെ ദീനിൽ അവന് അറിവ് നൽകുമെന്നതാണ്. എത്രത്തോളം ആ അറിവ് നമുക്കുണ്ട്? അള്ളാഹു നമ്മോട് ഖൈർ ഉദ്ദേശിച്ചവരാണോ നാമെന്ന് നാം ചിന്തിക്കുക. അറിവുള്ളവരുടെ മഹത്വം എത്രമാത്രമാണ് എന്നതിന് 2 കാര്യങ്ങൾ മാത്രം ഈ ഖുത്ബയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം മക്കയിൽ ഗവർണറായി നിശ്ചയിച്ചിരുന്നത് നാഫിഉ ഇബ്നുൽ ഹാരിസ് അൽ ഖുസാഇ റഹിമഹുല്ലയെയാണ്. അങ്ങനെ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ മദീനയിൽ വരികയാണ്. മദീനയിൽ നാഫി എത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മനിസ്തഖ്ലഫ്ത ഫീ മക്ക, മക്കയിൽ ആരെയാണ് താങ്കൾക്ക് ബദൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇസ്തഖ്ലഫ്തു മൗലല്ലന, നമ്മുടെ ഒരടിമയെ അവിടെ ഗവർണറാക്കി നിശ്ചയിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഇസ്തഖ്ലഫ്ത മൗല, ഒരു മൗലയെയാണോ മക്കയിലെ ഗവർണറായി താങ്കൾക്ക് ബദൽ താങ്കൾ നിശ്ചയിച്ചത്? അപ്പോൾ ആ മൗലയെ നിശ്ചയിച്ച നാഫി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാ ആലിമുൻ ബിൽ ഫറാഇൽ, അദ്ദേഹം ഒരു മൗലയാണെങ്കിലും അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ അറിയും, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നയാളാണ്. ആലിമുൻ ബിൽ ഫറാഇൽ, ദീനിലെ എല്ലാ ഫറായിലുകളും മനസ്സിലാക്കിയ പണ്ഡിതനാണ് അദ്ദേഹം. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്ന നബിയക്കും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയലഉ ബിഹി ആഖരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ ഉന്നതരാക്കും, മറ്റൊരു വിഭാഗത്തെ താഴ്ന്ന് ഒരു പദവിയുമില്ലാത്തവരാക്കി മാറ്റുമെന്ന്. ആ മൗലക്ക് ലഭിച്ചത് ആ ഉന്നത സ്ഥാനമാണ്. വിശുദ്ധ ഖുർആൻ അറിഞ്ഞു എന്ന സ്ഥാനം, ദീനിന്റെ ഇൽമുകൾ നേടി എന്ന സ്ഥാനം. മറ്റൊരു സംഭവം, ഖുറാസാനിലെ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിൽ മുബാറക്, അദ്ദേഹം ഒരിക്കൽ ഒരു സ്ഥലത്തെത്തിപ്പെടുകയാണ്. അദ്ദേഹം എത്തിയെന്ന് കണ്ടപ്പോ ജനങ്ങൾ മുഴുവൻ തിക്കും തിരക്കുമായി ആ ആലിമിനെ കാണാൻ. അതേ സ്ഥലത്ത് അന്നത്തെ ഖലീഫയായിരുന്ന അബ്ബാസി ഖലീഫമാരിലെ ഹാറൂൺ റഷീദ് വരികയാണ്. ഹാറൂൺ റഷീദിന്റെ കൂടെ അത്രയൊന്നും ആളുകളില്ല. ഈ ആൾക്കൂട്ടം കണ്ട് ഹാറൂൺ റഷീദിന്റെ മാതാവ് ചോദിച്ചറിയുകയാണ്, ആരാണ് അവിടെ വന്നിട്ടുള്ളത് എന്ന്. ആളുകൾ പറഞ്ഞു, ആലിമു ഖുറാസാൻ അബ്ദുല്ലാഹിൽ മുബാറക്, ഖുറാസാനിലെ പണ്ഡിതനായ അബ്ദുല്ലാഹിൽ മുബാറക്കാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കി ആളുകൾ തിക്കും തിരക്കും കൂടി വന്നതാണ്. ഈ സമയം ഹാറൂൺ റഷീദിനോടും അവിടെ കൂടിയവരോടും ആ ഉമ്മ പറയുന്നുണ്ട്, വല്ലാഹി ഹാദ വല്ലാഹിൽ മുൽക്ക്, ഇതേ അതുതന്നെ, അതാണ് അധികാരം. ലാ മുൽക ഹാറൂൻ റഷീദ്, ഹാറൂൺ റഷീദ് ലഭിച്ച അധികാരമല്ല, ആധിപത്യമല്ല, ഇൽമിന്റെ ആധിപത്യം, ഇൽമ് എന്ന അധികാരം
അതാണ് യഥാർത്ഥ അധികാരമെന്ന്. സഹോദരന്മാരെ, ദീനിന്റെ ചെറിയ ചെറിയ അറിവുകൾ മുതൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഏതൊക്കെയുണ്ട് അതൊക്കെ പഠിച്ച് റബ്ബിന്റെ സാമീപ്യം നേടാനും റബ്ബ് ഇഷ്ടപ്പെട്ടവരായി മാറാനും നമ്മൾ ഒരുങ്ങണമെന്നാണ് ഇതിൽ നിന്ന് നിങ്ങളെ ഉപദേശിക്കാനുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരൊറ്റ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലയഅതി റജുലു സമീനുൽ അളീമു യൗമൽ ഖിയാമ ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊല. നാളെ പരലോകത്തതാ ഭൗതിക ലോകത്ത് സമ്പത്ത് കൊണ്ടും മറ്റുള്ള പല കഴിവുകൾ കൊണ്ടും മികവാർന്ന കഴിവുറ്റ ഒരാൾ കടന്നു വരുന്നു. പക്ഷെ അള്ളാന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിനുള്ള സ്ഥാനം പോലും അള്ളാഹ് മനുഷ്യന് നൽകുന്നില്ല എന്ന്. ഇങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടുമ്പോ ഒന്നുമില്ലാത്ത ശൂന്യമായ മനുഷ്യരാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക, അവന്റെ ദീൻ പഠിക്കുക, ആ ദീനിന്റെ കൂടെ ചലിക്കുക എന്നുണർത്തുന്നു. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ഇമാമു അഹ്ലിസ് സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് ഒരിക്കൽ ആളുകൾ ചോദിച്ചു, അർറജുലു യസൂമു വയുസല്ലി വയഅ്തകിഫു അഹബ്ബു ഇലൈക ഔ യതകല്ലമു ഫി അഹ്ലിൽ ബിദ്അ. ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നു, നമസ്കരിക്കുന്നു, പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നു, ഇതാണോ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം? ഔ യതകല്ലമു ഫി അഹ്ലിൽ ബിദ്അ, മറ്റൊരാൾ ബിദ്അത്തുകാർക്കെതിരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ഇതിൽ ആരോടാണ് ഏറ്റവും ഇഷ്ടമെന്ന്? അഹ്മദ് ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്, ഇദാ ഖാമ വസല്ല വഅ്തകഫ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി. ഒരാൾ നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് പള്ളിയിൽ ഇഅ്തികാഫിരുന്ന് ഇബാദത്തുകൾ മുഴുകിയാൽ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി, അത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. വഇദാ തകല്ലമ ഫി അഹ്ലിൽ ബിദ്അ ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീന ആദാ അഫ്ളൽ. എന്നാൽ സുന്നത്തിനെതിരായ ബിദ്അത്തുകളിൽ നിലകൊണ്ട ആളുകൾക്കെതിരിൽ സംസാരിക്കുമ്പോൾ അത് ഈ ഉമ്മത്തിന് വേണ്ടിയാണ്, അത് മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ്, അതാണ് ഏറ്റവും അഫ്ളലായ പ്രവർത്തനമെന്ന്. ഇന്നലെ മദീനയിൽ മരണപ്പെട്ട റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹ്മഹുല്ല, തന്റെ 92-ാം വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം മദീനയിൽ ജീവിച്ച ലോകത്തു തന്നെ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് തന്നെ സറഅ ഫീ ഖുലൂബിന ഹുബ്ബസ് സുന്ന, അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ റസൂലുള്ളയുടെ സുന്നത്തിനോടുള്ള ഇഷ്ടമാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. വമഹബ്ബത അഹ്ലിൽ ഹദീസ്, ആളുകൾ ഹദീസുകളെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് തള്ളേണ്ടത് തള്ളുമ്പോ അഹ്ലുൽ ഹദീസ്, ഹദീസ് സ്വീകരിക്കുന്നവരുള്ള മഹബ്ബത്ത് സത്യവിശ്വാസി ഹൃദയത്തിൽ നട്ടുപിടിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. വഹജ്റ അഹ്ലിൽ ബിദ്അ വല്ലലാൽ, ബിദ്അത്തുകാരെയും ലലാലത്തുകാരെയും വെടിയണം എന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മഹാവ്യക്തിത്വമാണ്, പണ്ഡിതനാണ് ഇന്നലെ മദീനയിൽ വെച്ച് മരണപ്പെട്ട് അവിടെ മറവ് ചെയ്യപ്പെട്ടത്. നാം അദ്ദേഹത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പണ്ഡിതന്മാരുടെ മരണം എന്നത് ഈ ഉമ്മത്തിനേൽക്കുന്ന പരിക്കാണ് എന്നാണ്, നികത്താൻ പറ്റാത്ത പരിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാരുടെ മരണം. ഹസനുൽ ബസ്വരി റഹ്മഹുല്ല പറയുമായിരുന്നു, മൗത്തുൽ ആലിം സുൽമത്തുൻ ഫിൽ ഇസ്ലാം ലാ യസുദ്ദുഹാ ശൈഉൻ മാ തുരിദൽ ലൈലു വന്നഹാർ. പണ്ഡിതന്റെ മരണം, നേരത്തെ പറഞ്ഞ അല്ലാഹ് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇൽമ്, അതാണ് യഥാർത്ഥ ഇൽമ്. ആ ഇൽമു നേടുന്ന ആലിമുകൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അത് ഇസ്ലാമിനേൽക്കുന്ന ഒരു വിടവാണ്, ഒരു വലിയ വിടവാണ്. ലാ യസുദ്ദുഹാ ശൈഉൻ മാ തുരിദൽ ലൈലു വന്നഹാർ. രാപ്പകലുകൾ മാറി മാറി വന്നാലും ആ വിടവുകൾ നികത്താൻ കഴിയാത്തതാണ് എന്നതാണ്. അതുകൊണ്ട് ഇൽമിനെ സ്നേഹിക്കുക, പണ്ഡിതന്മാരുള്ള ബന്ധമുണ്ടാവുക, അവരെ ഇഷ്ടപ്പെടുക, ഖുർആനും സുന്നത്തും പഠിക്കുക, അത് പഠിച്ചവരെ ഇഷ്ടപ്പെടുക, അത്തരക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതൊക്കെ നമുക്ക് ബാധ്യതയാണ്. ഷെയ്ഖ്
റബീഉന ഹാദി അൽ മദ്ഖലി റഹ്മഹുല്ലക്ക് അദ്ദേഹത്തിന്റെ ദീനീ സേവനത്തിന് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ബർസഖി ലോകത്തും പരലോകത്തും തക്ക പ്രതിഫലം നൽകി സഹായിക്കുമാറാവട്ടെ. മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم اشف مرضانا ومرضى المسلمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.